സോ ടുഡേ നമ്മള് ഓപ്ര എക്സാമിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡ്രഗ് ഓഫ് ചോയ്സിൽ നമ്മൾ കൂടുതലായിട്ടും ഇപ്പോൾ ഒരു ഡിസീസ് അതിന്റെ മെയിൻ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്, അങ്ങനെയാണ് നമ്മൾ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഡ്രഗ്സ് ഫോർ റോസേസിയ. സോ റോസേസിയ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, അതൊരു ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്കിൻ കണ്ടീഷൻ ആണ് ദാറ്റ് പ്രൈമറിയർലി എഫക്ട്സ് ദ ഫേസ്. ഓക്കെ, സോ അതിന്റെ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് പറയുന്നതാണ് ഐസോത്രെറ്റിനോയിൻ, മെട്രോണിഡാസോൾ, ഡോക്സിസൈക്ലിൻ, ഐവോമെക്റ്റിൻ, ബ്രൈമോണിഡിൻ ആൻഡ് അസൈലിക് ആസിഡ്. സോ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സിൽ നമുക്ക് ക്വസ്റ്റ്യനും ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് ദിസ് ഡിസീസ്, അല്ലെങ്കിൽ ഇപ്പൊ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ റൊസേസിയ അല്ലെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഇമ്പറ്റിക്കോ, അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസും വരിക. ഓക്കെ, സോ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമുക്കപ്പം അതിൽ ഏതൊക്കെ ഡ്രഗ് ആണുള്ളതെന്ന് നമുക്ക് അറിയണം. ഓക്കെ, സോ റൊസേസിയ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഐസോത്രെറ്റിനോയിൻ, മെട്രോണിഡസോൾ, ഡോസിസൈക്ലിൻ, ഐവോമെക്റ്റിൻ, ബ്രിമോണിഡിൻ ആൻഡ് അസൈലിക് ആസിഡ്. ദെൻ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഇമ്പറ്റിക്കോ. ഇമ്പറ്റിക്കോ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈലി കണ്ടേജിയസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ദാറ്റ് പ്രൈമറിയർലി ക്യാരക്ടറൈസ്ഡ് ബൈ റെഡ് സോഴ്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സോഴ്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. സോ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഇമ്പറ്റിക്കോ. അതിന്റെ ട്രീറ്റ്മെന്റ് ബൈ മ്യൂപിരോസിൻ, പെൻസിലിൻ ജി ബെൻസാത്തിൻ, ക്ലോട്രിമസോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സെല്ലുലൈറ്റിസ് ഓർ ഫോളിക്കുലൈറ്റിസ്. സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡീപ്പർ ലെയർ, ഓക്കെ, ഡീപ്പർ ലെയറിൽ എഫക്ട് ചെയ്യുന്ന ഒരു സ്കിൻ ഇൻഫെക്ഷൻസ് ആണ് സെല്ലുലൈറ്റിസ്. സോ അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഫ്ലൂക്ലോക്സാക്സിലിൻ. ഓക്കെ, ഫ്ലൂക്ലോക്സാക്സിലിൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ക്രൗഡ് ഡിസീസ്. ക്രൗഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, നമ്മുടെ അപ്പർ എയർവേയിൽ എഫക്ട് ചെയ്യുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് ക്രൗഡ് ഡിസീസ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഇസ് ഡെക്സാമെത്താസോൺ. ദെൻ ലിജിയോണെല്ല. ലിജിയോണെല്ല എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ഓക്കെ, ദാറ്റ് നമുക്കത് മോസ്റ്റ്ലി ഫോം ഓഫ് ന്യൂമോണിയ ആണ് അത് ഉണ്ടാക്കുക. ഓക്കെ, സോ അത് ഫസ്റ്റ് അമോക്സിസിലിൻ ആണ്, ദെൻ ഡോക്സിസൈക്ലിൻ, ദെൻ ക്ലാരിത്രോമൈസിൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ലൈം, ക്യൂ ഫീവർ, RMSF. സോ അതിൻ്റെത് പറഞ്ഞാൽ ഡോക്സിസൈക്ലിൻ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഫീവർ ആണ് ഇതെല്ലാം. ദെൻ സ്യൂഡോമെംബ്രേനിയസ് കോളൈറ്റിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് മെട്രോണിഡസോൾ ആണ്. സ്യൂഡോമെംബ്രേനിയസ് കോളൈറ്റിസ് എന്ന് പറഞ്ഞാൽ അതൊരു കോളോന്റെ ഇൻഫ്ലമേഷൻ ആണ്. ഓക്കെ, അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ IV മെട്രോണിഡസോൾ, ഓറൽ വാൻകോമൈസിൻ ആണ്. ഫൈലോനെഫ്രൈറ്റിസ് IV അമോക്സിസിലിൻ പ്ലസ് ജെൻറ്റാമൈസിൻ. ഷിജെല്ലസ് അസൈക്ലോവർ, വലൈസിക്ലോവർ, ഫാംസിക്ലോവർ അറ്റ് 72 hours. ഓക്കെ, അത് വൈറൽ ആയതുകൊണ്ട് നമുക്ക് ക്ലോവർ അങ്ങനത്തെ ഡ്രഗ്സ് ആണ് കൊടുക്കുക. ദെൻ വൂപ്പിംഗ് കഫ്, മാക്രോലൈറ്റ്സ്. കാൻഡിഡിയാസിസ് നമുക്കറിയാം, ക്ലോട്രിമസോൾ ആണ് വജൈനൽ ക്രീം. ദെൻ നിസ്റ്റാറ്റിൻ ടോപ്പിക്കലായിട്ടും, ഫ്ലൂക്കണസോൾ നമ്മൾ ഓറലായിട്ടും കൊടുക്കും. ദെൻ സി ഡെഫിക്കൽ മെട്രോണിഡസോൾ ആണ്, കൊളോസ്ട്രീഡിയം ഡെഫിക്കൽ. ഓക്കെ, ആ ബാക്ടീരിയയുടെ മെട്രോണിഡസോൾ IV ആണ്. വാൻകോമൈസിൻ ഓറൽ ആൻഡ് പോസ്റ്റ് ബൈ ക്ലിൻറ്റാമൈസിൻ, പെൻസിലിൻ V. ഓക്കെ, ദെൻ ക്ലമീഡിയ ന്യൂമോണിയ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡോക്സിസൈക്ലിൻ കൊടുക്കുക, ദെൻ ക്ലാരിത്രോമൈസിൻ. ഓക്കെ, ഒരു ഇൻഫെക്ഷൻ ക്ലമീഡിയ ന്യൂമോണിയ ഒക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡോക്സിസൈക്ലിൻ കൊടുക്കും, ദെൻ ക്ലാരിത്രോമൈസിൻ. ദെൻ മെനിഞ്ചൈറ്റിസ് ഇൻഫെക്ഷൻ നമ്മുടെ ബ്രെയിനിലുള്ളതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് റിഫാംപിസിൻ ആണ് കൊടുക്കുക പ്രോഫിലാക്സിസ് ആയിട്ട്, ദെൻ സെഫ്ട്രിയാക്സോൺ ഫോർ ട്രീറ്റ്മെന്റ്. ദെൻ വിരീഡിയൻസ് ഓർ സ്യൂഡോ എറോജിനോസ ഇൻഫെക്ഷൻ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ജെൻറ്റാമൈസിൻ ആണ്. ദെൻ CME ഫോർ HIV, അതായത് HIV പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്യാൻസൈക്ലോവിർ അല്ലെങ്കിൽ വെലാഗ്യാൻസൈക്ലോവിർ ഒക്കെയാണ് കൊടുക്കുക. ദെൻ ഓട്ടൈറ്റിസ് മീഡിയ ഇയറിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ അമോക്സിസിലിൻ ആണ് കൊടുക്കുക. അമോക്സിസിലിന് അലർജിക്ക് ആണെങ്കിൽ നമ്മൾ ക്ലാരിത്രോമൈസിൻ ആണ് കൊടുക്കുക. ഓക്കെ, ദെൻ സ്ട്രോജൻ സിൻഡ്രോം ആണെങ്കിൽ നമ്മൾ പിലോകാർപ്പിൻ ആണ് കൊടുക്കുക. ഓക്കെ, ദെൻ സെവിമെലിനും നമ്മൾ കൊടുക്കാറുണ്ട്. ദെൻ സോറിയാസിസ് ആണെങ്കിൽ നമ്മൾ സാലിസിലിക്, പോൾട്ടാർ, ഡിട്രാൻഡ്രോൾ ആൻഡ് ടാക്സോറാറ്റീൻ ആണ് കൊടുക്കുക. ദെൻ ഷിജെല്ലസ്, ഗ്യാൻസൈക്ലോവർ most not used, most repeated treatment by acyclovir, famciclovir, valencyclovir within 72 hours. So ഇങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരിക. ട്രീറ്റ്മെന്റ് ബൈ അസൈക്ലോവിർ, വാംസിക്ലോവിർ, വലാൻസിക്ലോവിർ വിത്തിൻ 72 hours. Then H. pylori related infection ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടത് ടെട്രാസൈക്ലിൻ, ബിസ്മത്ത് സബ്സാലിസിലേറ്റ്, മെട്രോണിഡസോൾ, ഒമിപ്രസോൾ, കോട്രാപ്പിൾ തെറാപ്പി. ഇനി ട്രിപ്പിൾ തെറാപ്പി ആണെങ്കിൽ ഇറ്റ് ഈസ് വിത്ത് അമോക്സിലിൻ, PPI എന്ന് പറഞ്ഞാൽ പാൻഡോപ്രസോൾ വരാം, ഒമിപ്രസോൾ വരാം, റാബിപ്രസോൾ, ലാൻസോപ്രസോൾ. ഓക്കെ, ദെൻ ക്ലാരിത്രോമൈസിൻ. ദെൻ ഇഫ് എ പേഷ്യന്റ് പെൻസിലിൻ അലർജിക് ആണെങ്കിൽ വി ക്യാൻ ഗീവ് ഡോക്സിസൈക്ലിൻ. ഓക്കെ, ദെൻ ബാക്ടീരിയൽ വജൈനോസിസ് ആണെങ്കിൽ നമുക്ക് ക്ലിൻറ്റാമൈസിൻ ഓർ മെട്രോണിഡസോൾ വജൈനൽ ഓർ മെട്രോണിഡസോൾ ഓറൽ ആണ് നമ്മൾ കൊടുക്കുക. ദെൻ ബാക്ടീരിയൽ ഫ്രാജിലിസ് ആണെങ്കിൽ ഓറൽ ക്ലിൻറ്റാമൈസിൻ, ഓറൽ ടിനിഡസോൾ, സെഫോക്സിത്തിൻ, ലാസ്റ്റ് വേവ്. ദെൻ
ഈ ലാസ്റ്റ് വേവ് എക്സാം ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ലാസ്റ്റ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ബാക്ടീരിയൽ ഫ്ലെജില്ലസിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറഞ്ഞിട്ട്, സോ അത് ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. ദെൻ മോക്സിഫ്ലോക്സാസിൻ, ട്രാവോഫ്ലോക്സാസിൻ. Then CMV with retinitis, Cidofovir, Fomciversin, Ganciclovir. Then aspergillosis, amphotericin B or fluconazole. Pinworm infection ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് മെബെൻഡസോൾ. Then റോക്കി മൗണ്ടൻ ഫീവർ ആണെങ്കിൽ ഡോക്സിസൈക്ലിൻ. റോക്കി മൗണ്ടൻ ഫീവർ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് പേജിൽ. നെക്സ്റ്റ് വൺ ലൈം ക്യൂ ഫീവർ, റോക്കി മൗണ്ടൻ ഫീവർ. ഓക്കെ, അത് ഡോക്സിസൈക്ലിൻ ആണ് നമ്മൾ കൊടുക്കുക. Anaerobic UTI ആണെങ്കിൽ we are giving cefoxitin, trimethoprim and nitrofurantoin. Then aminoglycoside resistance, we are giving cefoxitin. Surgical prophylaxis ആണെങ്കിൽ we need to use cefaxolin. Then non-gonococcal urethritis, doxycycline or azithromycin. Gonococcal infection ആണെങ്കിൽ ceftriaxone plus azithromycin plus doxycycline. If the patient is allergic to penicillin and amoxicillin plus doxycycline. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അതായത് ഗോണോകോക്കൽ ഇൻഫെക്ഷന് നമ്മൾ പെൻസിലിൻ അലർജി ഉള്ള പേഷ്യന്റിന് നമ്മൾ ഇങ്ങനെ കൊടുക്കും, സെഫ്ട്രിയാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ. അലർജി ഇല്ലാത്ത പേഷ്യന്റിന് നമുക്ക് അമോക്സിസിലിൻ, ഡോക്സിസൈക്ലിൻ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ദെൻ ഫസ്റ്റ് ലൈൻ ഓഫ് സെപ്റ്റിക് ഷോക്ക്, IV ഫ്ലൂയിഡ്സ് ആണ് കൊടുക്കുക. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഫോർ ഹൈപ്പോഗ്ലൈസീമിയ, ഗ്ലൂക്കോസ് മോർ ദാൻ ഗ്ലൂക്കാഗോൺ. ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഓപ്ര എക്സാമിൽ നമുക്കിപ്പോ ക്യാപ്സ് ആയിരുന്നു ഇത്ര കാലം, നമ്മൾ ഇനിയാണ് ഓപ്ര എഴുതാൻ പോകുന്നത്. സോ ഇതിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഫസ്റ്റ് ലൈൻ ചോയ്സ്, ഒരു തെറാപ്യൂട്ടിക്സ് റിലേറ്റഡ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഇൻ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്, ബെൻസോഡയസിപിൻ, ലൊറാസിപ്പാം. ഫസ്റ്റ് ലൈൻ ഇൻ ഡിപ്രഷൻ, SSRI ആണ് വരിക, സെലക്ടീവ് സെറോട്ടോണിൻ റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ്. ഫസ്റ്റ് ലൈൻ ഓഫ് അക്യൂട്ട് ഇഷീമിയ, ആൾട്ടിപ്ലേസ്. First generation antiemetic using cancer is ondansetron. First line to treat arrhythmia control beta blocker. First line for Alzheimer's donepezil. First line of atrial fibrillation digoxin. First line of sepsis norepinephrine. First line to treat acute gout indomethacin. First line of type 2 diabetes metformin, bigonide class ആണ്. What is the first line agent for gestational diabetes is insulin. First line for migraine is acetaminophen and NSAIDs. And first line for mild to moderate to severe is triptans. For example, sumatriptan. So migraine first line നമ്മൾ acetaminophen ആണ്. പക്ഷേ moderate to severe ആണെങ്കിൽ we are giving triptans. Then osteoarthritis, it is acetaminophen is the first line. Then for mild, moderate to severe NSAIDs. അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് പോകുന്നത്. ഫസ്റ്റ് ലൈൻ ടു ട്രീറ്റ് MRSA. എന്താണ് MRSA? MRSA ഇൻഫെക്ഷൻ, മെത്തിസിലിൻ റെസിസ്റ്റന്റ് ഇൻഫെക്ഷൻ. ഓക്കെ, സോ അതിന് നമ്മൾ വാൻകോമൈസിൻ ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ലൈൻ ടു ട്രീറ്റ് മലേറിയ, ക്ലോറോക്വിൻ. First line for diabetic neuropathy, duloxetine or pregabalin. First line for otitis media in pediatrics is high dose amoxicillin. First line for hypertension in pregnancy. പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷൻ വരികയാണെങ്കിൽ നമ്മൾ മീഥൈൽ ഡോപ്പയാണ് കൊടുക്കുന്നത്. ക്ലമീഡിയ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഡോക്സിസൈക്ലിൻ ഓർ അസിത്രോമൈസിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. Then pregnant with UTI, we are giving nitrofurantoin. Pregnant with UTI and G6PD deficiency. Okay, അങ്ങനെ ഡെഫിഷ്യൻസി വരുന്ന പേഷ്യൻസിന് നമ്മൾ സെഫ്യൂറോക്സൈം ആണ് കൊടുക്കുന്നത്. Pregnant with mania, levetiracetam or lamotrigine ആണ്. Glaucoma in pregnant is brimonidine or timolol. Glaucoma in asthma, bitaxolol or latanoprost. And open angle glaucoma, pilocarpine. So ഇതാണ് മെയിൻ ഡ്രഗ് ഓഫ് ചോയ്സ്. ഓക്കെ, നമ്മുടെ ഓപ്പർ എക്സാംസിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യാറ്റ്സിൽ ഇതുവരെ വന്നിരുന്ന ഡ്രഗ് ഓഫ് ചോയ്സിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് അല്ലെങ്കിൽ ഡിസീസസ് ആൻഡ് അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞിരുന്നത്. ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് ദിസ് ഡ്രഗ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഡിസീസ് അങ്ങനെ തന്നെയാണ് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.